ലഞ്ച് മെനുവാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യാൻ പോണ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങിയാലോ. ഈ വീഡിയോയിൽ ഞാൻ സ്പെഷ്യൽ ആയിട്ട് കാണിക്കുന്നത് ഒരു പെപ്പർ ചിക്കന്റെ റെസിപ്പിയാണ് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ഒന്നും തന്നെ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നില്ല. വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു പെപ്പർ ചിക്കനാണ്. പിന്നെ അതിന്റെ കൂടെ 1-2 കറികളും കൂടിയും കാണിക്കുന്നുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ചോറ് തയ്യാറാക്കാം. അതിനുശേഷം പെപ്പർ ചിക്കൻ തയ്യാറാക്കാൻ തുടങ്ങാം. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് ചെറിയുള്ളി ഒന്ന് മുറിച്ചെടുത്തതാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത്. പിന്നെ അതിന്റെ കൂടെ 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു റെസിപ്പിയിലേക്ക് സവോളയിനേക്കാളും നല്ല ടേസ്റ്റ് കൊടുക്കുക ചെറിയുള്ളി തന്നെയായിരിക്കും കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ ഉള്ളി ഒന്ന് വഴന്ന് വരണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വഴന്നല്ല വരേണ്ടത്, ഇത് ഫ്രൈ ആയിട്ടാണ് വരേണ്ടത്. അതിനു മുമ്പ് നമുക്ക് ഇതിലേക്ക് വേറൊരു ചേരുവയും കൂടി ചേർത്ത് കൊടുക്കണം. കുരുമുളക് പൊടിയാണ് കേട്ടോ ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത്. കുരുമുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക, അല്ലാതെ പ്രത്യേകിച്ച് അളവ് അങ്ങനെയൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം എരിവുണ്ടായിരിക്കും. ഒരുപാട് സ്പൈസി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. ഈ ഒരു സ്റ്റേജിലല്ല, ചിക്കനൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടി ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആയിട്ട് വരട്ടെ കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതായത് വഴറ്റിയെടുക്കല്ലേ ചെയ്യുക, ഫ്രൈ ചെയ്താണ് എടുക്കേണ്ടത്. നന്നായിട്ട് തന്നെ ക്രിസ്പി ആയിട്ട് വരണം ഇതിലേക്ക് നമ്മൾ ചേർത്ത ഉള്ളി. അപ്പോൾ ഈ സമയത്ത് നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു പെപ്പർ ചിക്കൻ കൂടുതൽ ടേസ്റ്റി ആയിട്ട് വരും. അതിപ്പോ ഈ ഒരു കറിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ. നമ്മളിപ്പോ വേറെ ചിക്കന്റെ ഇപ്പോ നാടൻ ചിക്കൻ കറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് കുരുമുളക് പൊടി നമ്മൾ സവോള വഴറ്റിയെടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കറി കൂടുതൽ ടേസ്റ്റി ആയിട്ടും വരും, അതുപോലെ നല്ലൊരു കളറും വരും. ഇപ്പൊ കണ്ടില്ലേ, ഇത് നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഫ്രൈ ആയിട്ട് വരണം കേട്ടോ. അപ്പോഴായിരിക്കും ഈ കറി കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരിക. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത, അതായത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്ത ചിക്കൻ ആണ് കേട്ടോ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ കഷ്ണങ്ങളായിരിക്കും ഈ ഒരു റെസിപ്പിക്ക് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മീഡിയം സൈസിലുള്ള കഷ്ണങ്ങളാണെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ 3/4 കിലോ ചിക്കനാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കാട്ടോ, കൂടി പോവാതെ. ഇനി ഇത് എല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആയിട്ട് വരട്ടെ. പിന്നെ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ ചിക്കൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വെള്ളം പുറത്തോട്ട് വന്നോളും. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ടെക്സ്ചർ തന്നെ മാറും. അരമണിക്കൂർ കൊണ്ടാണ് കേട്ടോ ഈ ഒരു ലഞ്ച് മെനു ഞാൻ തയ്യാറാക്കി എടുക്കണത്. പക്ഷെ ഞാനിപ്പോൾ ആദ്യം പെപ്പർ ചിക്കൻ കാണിക്കണമെന്നുള്ളൂ. ഞാൻ പക്ഷെ എല്ലാം ഒരുമിച്ച് തന്നെയാണ് കുക്ക് ചെയ്ത് എടുക്കണത് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇപ്പൊ നന്നായിട്ട് തന്നെ ഇത് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് വരണം. പിന്നെ ഈ ഒരു പെപ്പർ ചിക്കന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ ഇതിലേക്ക് ഗരം മസാലയൊന്നും ചേർത്ത് കൊടുക്കണില്ല. ഇതിൽ മെയിനായിട്ട് കുരുമുളകിന്റെ ഒരു ഫ്ലേവർ തന്നെയാണ്. കുരുമുളക് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയായിരിക്കും കേട്ടത്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അടച്ചു വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 6 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും ചിക്കനൊക്കെ ഒന്ന് ചൂടായി അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളമൊക്കെ ഒന്ന് പുറത്തോട്ട് വരും. കണ്ടില്ലേ, ഇതുപോലെ ആവശ്യത്തിന് വെള്ളം ഒന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളം മതി ഇത് കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ട്. അല്ലാതെ എക്സ്ട്രാ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇത് നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോ ചിക്കൻ ആയ കാരണം തന്നെ ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ കുക്കായിട്ട് വരാൻ. ഒരു 15 മിനിറ്റ് ഒക്കെ മതി. അതായത് മൊത്തത്തിലുള്ള ഒരു സമയം എന്ന് പറയുന്നത് ചിക്കൻ കുക്കായിട്ട് വരണമെന്നുണ്ടെങ്കിൽ. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും ചിക്കൻ വെന്ത് വന്നിട്ടുണ്ടാവും. കണ്ടില്ലേ, വെള്ളമൊക്കെ കുറച്ചൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ചിക്കൻ ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള വെള്ളം നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. ചിക്കനും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഞാനിപ്പോൾ ഇതിൽ ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോഴായിരിക്കും ഈ ഒരു പെപ്പർ ചിക്കൻ കൂടുതൽ ടേസ്റ്റി ആയിട്ട് തന്നെ വരിക. പിന്നെ ഈ ഒരു റെസിപ്പിയിൽ പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ തക്കാളി ഒന്നും തന്നെ ഉപയോഗിക്കണില്ല കേട്ടോ. അപ്പോൾ വിനാഗിരിയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് വിനിഗർ ആണ്. ഇപ്പൊ സാധാരണ വൈറ്റ് വിനിഗർ ആണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ അളവിൽ വേണ്ട കേട്ടോ, അതിനേക്കാളും കുറച്ചും കൂടി കുറവ് മതിയാവും. അത്യാവശ്യത്തിനുള്ളൊരു പുളി കിട്ടും. ഇനി നമുക്ക് ഇത് ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ വിനാഗിരി എല്ലാവിടെയും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആയിട്ട് വരട്ടെ കേട്ടോ. ഇനി ഇത് നമുക്ക് ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അതായത് ഈ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് തന്നെ വരട്ടെ, അതുവരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്, ഒരുവിധം ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പൊ ഡ്രൈ ആയിട്ട് വന്നോളും. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കുമ്പോൾ തന്നെയാണ് കേട്ടോ ഇത് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് വരാം. ഇപ്പൊ ഒരുപാട് ഡ്രൈ ആക്കണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ വെച്ചിട്ട് നിർത്താട്ടോ. പക്ഷെ കുറച്ച് സമയം കൂടി ഡ്രൈ ആക്കി എടുക്കുമ്പോൾ ഒന്നും കൂടി നന്നായിട്ട് തന്നെ വരും. ഇപ്പൊ കണ്ടില്ലേ, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിന്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ എന്തിന്റെ കൂടെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാവുന്ന ഒരു അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അധികം ചേരുവകളില്ല എന്നുള്ളത് തന്നെയാണ്. ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഒരു പ്രഷർ കുക്കർ സാമ്പാർ എങ്ങനെ തയ്യാറാക്കണേന്ന് നോക്കാം. ഞാനൊരു കുക്കറിലേക്ക് കുറച്ച് തൂരപ്പരിപ്പും ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും പിന്നെ കുറച്ച് പച്ചക്കറികളുണ്ട് ചേർത്ത് കൊടുക്കുന്നത്. നീളത്തിൽ കട്ട് ചെയ്ത ക്യാരറ്റ്, പിന്നെ ഒരു സവോള കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തത്, പിന്നെ അതിന്റെ കൂടെ തന്നെ ഞാനിപ്പോൾ ഒരു തക്കാളി വലുതായിട്ട് തന്നെ മുറിച്ചെടുത്തത്, പിന്നെ മുരിങ്ങക്കായാണ് ചേർത്ത് കൊടുക്കുന്നത്. മുരിങ്ങക്കായും നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് എത്രയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാട്ടോ. ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്ന പച്ചക്കറികൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നും ഇല്ല കേട്ടോ. അതിപ്പോൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എല്ലാവർക്കും അറിയണ കാര്യമൊക്കെ തന്നെയായിരിക്കും. പക്ഷെ ഞാനിപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് മാത്രം പറയണമെന്നുള്ളൂ. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. അതിനുശേഷം ഉപ്പും കറക്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു വിസിൽ വരണ വരെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഒരുപാട് കുക്ക് ചെയ്തെടുക്കണ്ട, അതായത് പ്രഷർ കംപ്ലീറ്റ് പോകാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. അപ്പൊ പച്ചക്കറികളൊക്കെ വെന്ത് കുഴയാൻ സാധ്യതയുണ്ട്. പ്രഷർ കംപ്ലീറ്റ് പോണതിന് മുമ്പ് ഇത് ഓപ്പൺ ചെയ്യാട്ടോ. ഇത് കുക്കാവണ സമയം കൊണ്ട് നമുക്ക് കൊത്തമര തോരൻ എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു എടുത്തിട്ട് അതിലേക്ക് ഞാൻ എണ്ണ ചൂടായിട്ട് വന്നപ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം കേട്ടോ. കൊത്തമര എന്ന് പറയുമ്പോൾ എനിക്കറിയില്ല എല്ലാ സ്ഥലങ്ങളിലും ഈ ഒരു പേര് തന്നെയാണോ പറയാന്ന്, ക്ലസ്റ്റർ ബീൻസ് കിട്ടാം. അപ്പോൾ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു വെജിറ്റബിൾ തന്നെയാണ് ഇത്. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതിന്റെ കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാട്ടോ. ഞാനൊരു 6 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചെടുത്തിട്ടുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ പേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാട്ടോ, കുഴപ്പമില്ല. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിയും ഈ ഒരു റെസിപ്പിയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഒരു 3 പച്ചമുളകും കൂടി മുറിച്ചെടുത്തത് ചേർത്ത് കൊടുക്കുക. നമ്മുടെ എരിവിനനുസരിച്ച് എത്രയാണെന്ന് വെച്ചാൽ പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ കൊത്തമരിയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. കൊത്തമരി എടുക്കുമ്പോൾ മൂക്കാത്ത കൊത്തമരി ആയിരിക്കും കൂടുതൽ ടേസ്റ്റി ആയിട്ട് വരിക. അതായത് കുറച്ച് മൂത്ത കൊത്തമരി ആകുമ്പോൾ അതിന് ചെറിയൊരു കയ്പ്പ് രസം ഉണ്ടായിരിക്കും. അപ്പോൾ മൂക്കാത്ത കൊത്തമരി ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ നല്ലതാണ് കേട്ടോ. അതിനുശേഷം എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആയിട്ട് വരട്ടെ. ഞാനിപ്പോ അടുത്ത കാലത്തായിട്ട് കഴിച്ചു തുടങ്ങിയ ഒരു വെജിറ്റബിൾ ആണ് കേട്ടോ ഈ കൊത്തമര എന്ന് പറയുന്നത്. ഞാൻ ആദ്യമൊന്നും ഇത് കഴിക്കാറില്ലായിരുന്നു. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു കയ്പ്പ് രസം കാരണം ഞാനിത് പിന്നെ തീരെ കഴിക്കാറേ ഇല്ലായിരുന്നു. ഇപ്പോ അടുത്ത കാലത്തായിട്ട് വാങ്ങിച്ചിട്ട് ഉണ്ടാക്കി നോക്കിയപ്പോ കുഴപ്പമില്ല, ടേസ്റ്റി ആയിട്ട് തോന്നി. അപ്പൊ ഇപ്പൊ കഴിച്ചു തുടങ്ങി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാനിപ്പോ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് നമ്മൾ ഇതുവരെ ചേർത്തിട്ടില്ലല്ലോ, അപ്പൊ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
ഇതിലേക്ക് നമുക്ക് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെയാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ പോണത്. അടച്ചു വെക്കുക. അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. പ്രത്യേകിച്ച് ഞാനിപ്പോൾ തയ്യാറാക്കുന്നത് മൺചട്ടിയിലായ കാരണം ഇടയ്ക്ക് പ്രത്യേകിച്ച് ഇളക്കി കൊടുക്കേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ഈ തോരൻ കുക്കായിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് വെണ്ടക്കായ ഒന്ന് വഴറ്റിയെടുക്കാം. സാമ്പാറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ അപ്പുറത്തെ അടുപ്പിലാണ് ഞാനിപ്പോൾ വെണ്ടക്കായ വഴറ്റിയെടുക്കണത്. കൊത്തമ്പര കുക്കായിട്ട് കൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ വെണ്ടക്കായ ഒന്ന് വഴന്ന് വരട്ടെ. ഞാനിപ്പോൾ കണ്ടില്ലേ, നാലടുപ്പിലും ഒരുമിച്ച് തന്നെയാണ് കുക്ക് ചെയ്തെടുക്കണത്. അപ്പോൾ പിന്നെ പെട്ടെന്ന് പരിപാടിയൊക്കെ തീരുമല്ലോ. ഇനി നമുക്ക് ഈ കൊത്തമരി ഒന്ന് ഇളക്കി കൊടുക്കാട്ടെ ഇടയ്ക്ക്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും. ഒരുപാട് സമയമൊന്നും എടുക്കില്ല കേട്ടോ ഇത് കുക്കായിട്ട് വരാൻ. ഇനി നമുക്ക് ഇതിലേക്ക് നാളികേരം ചെരുകിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനൊന്നും പ്രത്യേകിച്ച് അങ്ങനെ അളവൊന്നുമില്ല. ഒരു 3-4 ടേബിൾ സ്പൂണോളം നാളികേരം ചെരുകിയതാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിത് വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഒന്നും കൂടി ഒന്ന് കുക്കായിട്ട് വന്നോട്ടെ. ഇപ്പൊ കണ്ടില്ലേ, നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ, പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരുമല്ലോ. ഇത് മതി. ഞാനിനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ വെണ്ടക്കായും വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ അതും ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ പരിപ്പും പച്ചക്കറികളൊക്കെ ആവശ്യത്തിന് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതായത് വാളം പുളി കുറച്ച് സമയം വെള്ളത്തിൽ സോക്ക് ചെയ്തത്, ആ ഒരു വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പുളിക്ക് അനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ ചെറിയൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇനി എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് സാമ്പാർ പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്ത സാമ്പാർ പൊടിയാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണത്. അപ്പോൾ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കണത് ഒരു 3 ടേബിൾ സ്പൂൺ അളവിലാണ് സാമ്പാർ പൊടി. അതിപ്പോൾ നമ്മളുടെ കയ്യിലുള്ള സാമ്പാർ പൊടിയുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. സാമ്പാർ പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്നില്ലെങ്കിൽ സാമ്പാർ പൊടി നിങ്ങൾക്ക് കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ വഴറ്റിയെടുത്ത ആ ഒരു വെണ്ടക്കായ ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് പല ടൈപ്പ് സാമ്പാറുകളുടെ റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അത് കണ്ടു നോക്കാം കേട്ടോ. ഇനി ആവശ്യത്തിന് വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ടല്ലേ ഇരിക്കുന്നത്. വെള്ളം ഒഴിച്ചതിന് ശേഷം പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ശർക്കരയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ശർക്കര ചേർക്കുമ്പോൾ ആണ് ഈ ഒരു സാമ്പാറിൻ്റെ ഒരു ടേസ്റ്റ് ബാലൻസ് ആയിട്ട് വരിക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ശർക്കര ചേർക്കുന്നത്. പക്ഷെ മധുരരസമൊന്നും വരില്ല ശർക്കര ചേർത്താലും. ഇനി നമുക്ക് ഇതിലേക്ക് കടുകൊന്ന് വറുത്തിടാം. ഒരു പാനിലേക്ക് കുറച്ച് എന്താ പറയുക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ കേട്ടോ. ഇതിലേക്ക് ഇനി നമുക്ക് ഉലുവ കൂടി ചേർത്ത് കൊടുക്കുക. ഉലുവ വളരെ കുറച്ച് അളവിൽ തന്നെ മതി, ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തൊക്കെ തന്നെ മതി കേട്ടോ. ഇനി കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് കറിവേപ്പിലയും അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 2-3 വറ്റൽമുളകും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് മുറിച്ച് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ കായത്തിൻ്റെ പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ഹോം മെയ്ഡ് സാമ്പാർ പൊടി ഉണ്ടല്ലോ, അതിൽ കായം ചേർത്തിട്ടുണ്ട്. പക്ഷെ അത് കാരണം ഞാനിപ്പോൾ കുറച്ചളവിൽ തന്നെയാണ് കായം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണുള്ളൂ. പിന്നെ വേറെ മല്ലിപ്പൊടി, മുളക് പൊടി, വേറെ കാര്യങ്ങളൊന്നും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. അതെല്ലാം തന്നെ ഈ ഒരു സാമ്പാർ പൊടിയിലുണ്ട്. ഇനി നമുക്കിത് ഈ സാമ്പാറിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന പ്രഷർ കുക്കർ സാമ്പാറും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പപ്പടം കൂടി ഒന്ന് വറുത്തെടുക്കാം കേട്ടോ.
അപ്പൊ ഇവിടെ കുറെ നാളായി ഈ ഒരു പപ്പടം, നമ്മുടെ കേരള പപ്പടം കിട്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഷോപ്സിൽ നിന്നൊക്കെ ഇവിടെ അപ്പളം അല്ലാന്നുണ്ടെങ്കിൽ ലിജഡ് പാപ്പടമൊക്കെയാണ് കിട്ടുക. അപ്പൊ നമ്മുടെ കേരള പപ്പടം അതിന്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയല്ലേ. നമ്മുടെ സാമ്പാറിന്റെ ഒക്കെ കൂടെ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ്. അപ്പൊ സാമ്പാറും ഇതുപോലെ പപ്പടമൊക്കെ കഴിച്ചിട്ട് കുറെ നാളുകളായി. അപ്പൊ ഇതുപോലെ ഒരു എന്താ പറയാ നാടൻ രീതിയിലുള്ള എന്താ പറയാ ലഞ്ച് മെനു എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാന്ന് വിചാരിച്ചു. അപ്പൊ ചോറും നമ്മുടെ ഈസി ആയിട്ടുള്ള പെപ്പർ ചിക്കനും, പിന്നെ നമ്മുടെ കൊത്തമര മെഴുക്കുപുരട്ടി അല്ല സോറി, കൊത്തമര തോരനും. ഞങ്ങളുടെ അവിടെ തൃശ്ശൂർ ഇപ്പം മെഴുക്കുപുരട്ടി തോരൻ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ശരിക്കും ഉപ്പേരി അങ്ങനെയൊക്കെ തന്നെയാ പറയാ തൃശ്ശൂര്. പക്ഷെ പല സ്ഥലങ്ങളിലും പലർക്കും മനസ്സിലാവണമെന്നില്ല, അതാണ് ഞാൻ ഇങ്ങനെ പറയണത്. ഇനി സാമ്പാറും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം, അവസാനം പപ്പടം കൂടി. അപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ലഞ്ച് റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാം. മറ്റൊരു